ശ്രീ ജയറാം, ഷജീൻ കരുൺ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ അദ്ദേഹത്തെ കണ്ടാണ്. ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ വിയോഗ വാർത്ത. എങ്ങനെ ഓർക്കുന്നു അങ്ങ്? ഞാനതാണ് ഇപ്പോ എന്നെ ഒരു ഏകദേശം ഞാനത് അറിഞ്ഞിട്ട് ഒരു 15 മിനിറ്റേ ആവുന്നുള്ളൂ. ഞാനിത് എയർപോർട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ 15 മിനിറ്റ് മുമ്പ് വിളിച്ചു പറഞ്ഞ ആ ആളോട് തന്നെ ഞാൻ ചോദിച്ചു, സത്യമാണോ? പല ഭരണവാർത്തകളും വെറുതെ പറഞ്ഞ് പരത്താറുണ്ട് ആളുകൾ. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ സാറിന് കുറച്ച് വയ്യായ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. എനിക്ക് എൻ്റെ ഒരു ഇതാണെങ്കിൽ ഒരു വർഷമായി കാണില്ല. അതിനു മുമ്പ് അദ്ദേഹം എന്നെ വിളിക്കുകയും അദ്ദേഹം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്യുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, സാറിൻ്റെയൊക്കെ സിനിമയിൽ പറയണോ? അത് ഒരു സീനാണെങ്കിൽ പോലും വന്ന് ചെയ്യുന്ന മാത്രം പറഞ്ഞാൽ പോരെ, ഞാൻ അപ്പോൾ ഓടിയെത്തും സാർ എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഇങ്ങനൊരു വയ്യായ്മ ഉള്ള കാര്യം അറിഞ്ഞില്ല. പിന്നെ ആസ് ആൻ ആക്ടർ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റിയത്. അതും എനിക്കിഷ്ടപ്പെട്ട ചെണ്ട എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു കലാകാരനായിരുന്ന തൃത്താല കേശവ പുഴുവാളുടെ ജീവിതം പോലെ അത് സിനിമയാക്കാനും അദ്ദേഹത്തിന്റെ വേഷം ചെയ്യാനും സോപാനം എന്നുള്ള സിനിമയിൽ എനിക്ക് സാധിച്ചു. എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെണ്ട എന്നുള്ള ഇൻസ്ട്രുമെന്റുമായിട്ട് അതിന്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ആ സിനിമയെ സമീപിച്ചതെന്നുള്ളത് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. കാരണം കേശവേട്ടൻ്റെതായിട്ടുള്ള ഒരുപാട് അങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ഇല്ല. ആ കാലഘട്ടത്തിലുള്ള കുറച്ച് ഫോട്ടോസും അതിൻ്റെയൊക്കെ മുഴുവൻ കളക്ഷൻ എടുത്ത് അദ്ദേഹത്തിന്റെ ഓരോ ശരീര ഭാഷയും എങ്ങനെയായിരുന്നു, അദ്ദേഹം സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു, അദ്ദേഹം പിൽക്കാലത്ത് മാറിയത് എങ്ങനെയാണ്, ആ രൂപം എങ്ങനെയാണ്, ഓരോന്നും മൈന്യൂട്ടായിട്ട് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങൾ. അങ്ങ് പറഞ്ഞ പോലെ ആ സിനിമ ഒരു 10-15 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങ് സ്വാഭാവികമായിട്ടും ജയറാം മേളത്തിൽ എങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ സംവിധായകൻ അദ്ദേഹം ആ ലോകത്തല്ല, അദ്ദേഹം എഴുത്തിൻ്റെയും സിനിമാ സംവിധായകൻ്റെ ലോകത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ആ മേളത്തോടുള്ള രണ്ടുപേരുടെയും ഒരു ആഭിമുഖ്യം അത് എങ്ങനെയായിരുന്നു? അതാണോ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്താൻ സഹായിച്ചത്? അല്ല, ഇങ്ങനെ തൃത്താല കേശവന്റെ അദ്ദേഹം ഇത്രത്തോളം ആഴ്ന്ന് അതിനകത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ഷാജി സാറിന് ഈ മേളത്തെക്കുറിച്ചും എല്ലാ മേളങ്ങളെക്കുറിച്ചും, അതായത് ചെണ്ടയെക്കുറിച്ചും മാത്രമല്ല തിമിലയെക്കുറിച്ചും മദ്ദളത്തിനെക്കുറിച്ചും എലത്താളത്തിനെക്കുറിച്ചും ഇടക്കയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അത്ര ധാരണയുണ്ടെന്നുള്ളത്. കാരണം അതിനകത്ത് തന്നെ അങ്ങനെയുള്ള ജുഗൽബന്ദി കുറെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പല ഇൻസ്ട്രുമെന്റ്സും ചേർന്നുള്ള ചെയ്തിട്ടുണ്ട്. ചെണ്ടയിൽ തന്നെയുള്ള എല്ലാ മേളങ്ങളും, അടന്തക്കൂറായാലും അല്ലെങ്കിൽ ചെമ്പടയായാലും പഞ്ചാരി ആയാലും പാണ്ഡ്യായാലും, അതിനകത്ത് എന്തൊക്കെ മേളം, തായമ്പകയായാലും എല്ലാം എന്നെ കൊണ്ട് കൊട്ടിച്ചിട്ടുണ്ട്. കേശവേട്ടൻ എന്തൊക്കെ സാധിച്ചിട്ടുണ്ടോ അത് മുഴുവൻ എന്റെ കഥാപാത്രത്തിലൂടെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തികഞ്ഞൊരു കലാകാരൻ നമുക്ക് നഷ്ടപ്പെട്ടത്. ലോകോത്തര നിലവാരത്തിൽ മലയാള സിനിമയെ കൊണ്ട് എത്തിച്ച വ്യക്തിത്വം മറ്റു ഭാഷകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അഹങ്കാരത്തോടു കൂടി പറയാവുന്ന വ്യക്തിത്വങ്ങളാണ്. അതിലൊരു പേരാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. ശരിയാണ്. വളരെ നന്ദി ശ്രീ ജയറാം, ഓർമ്മകൾ പങ്കുവച്ചതിന്.